ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ബിഫോർ ടെക് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഇവിടെ എഫ് സി മൊബൈലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ എഫ് സി മൊബൈലിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നൊരു ഭയങ്കര ഒരു വലിയ അപ്ഗ്രേഡാണ് നമ്മുടെ ടീമിൽ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. രണ്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. മീൻസ് ഞാൻ പുതിയ സെൻറ്റർ ബാക്കിനെ കൊണ്ടുവന്നു, ലീനോർ മാഡിനെ. എൻ്റെ കയ്യിൽ 100 മില്യൺ കോയിൻസ് എനിക്ക് കിട്ടിയിരുന്നു ഒരു ട്രേഡബിൾ പ്ലെയറിനെ സെല് ചെയ്തിട്ട്. എന്നിട്ട് ഞാൻ എൻ്റെ വിർജിലിനെ മാറ്റി ഗൈസ്. എൻ്റെ വൺ ഡേക്ക് മീൻസ് യൂറോസ് ഈവൻ്റ് തൊട്ട് ഉള്ള എൻ്റെ പ്ലെയറാണ്, അതിപ്പോൾ പോയി ഗൈസ്. പിന്നെ ഞാൻ ഒക്കോച്ചേനെ 2 ലെവലിലോട്ട് റാങ്കപ്പ് ചെയ്തിട്ട് 10 ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ചേഞ്ച് എന്ന് പറയുന്നത് പിന്നെ കോൾ പാമറിനെ 15 ലെവലിലോട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് വന്ന ചേഞ്ചസ് ഈ മൂന്നാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബെസ്റ്റ് ടീം ഇപ്പോൾ പറയുന്നത്. 105 ആസ് എ F2Pയിൽ 105 എത്തി ഗൈസ്. അതാണ് മീൻസ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇടുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ 100 OVR ആയിരുന്നു. ആ 100 OVRന് ഡയറക്റ്റ് +5 OVR ആണ് ഗൈസ് നടന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഉണ്ടായിരുന്നു. ഇപ്പം 101 എത്തി, 102 എത്തി, 3 എത്തി. അതിൻ്റെ ഒന്നും ഇടാൻ പറ്റിയില്ല, അതിൻ്റെ ഒന്നും ഇട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ ദിവസത്തെ ഒരാഴ്ചത്തേക്ക് ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. അതൊരു ഒരു കാരണം ഉണ്ടായിരുന്നു. അതാണ് ഒരാഴ്ചത്തേക്ക് വീഡിയോ ഒന്നും ഇട്ടില്ലാത്തത്. അപ്പോൾ ഇതാണ് എൻ്റെ ബെസ്റ്റ് പോസിബിൾ ടീം എന്ന് പറയണേ. പിന്നെ നമുക്ക് പുതിയ ഈവൻ്റൊക്കെ വന്നിട്ടുണ്ട്, വിൻ്റർ വണ്ടേഴ്സ് ഈവൻ്റൊക്കെ. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അതിനകത്തൊക്കെ നോക്കി ഇന്ന് കയറിയൊക്കെ നോക്കാം കേട്ടോ. ഇപ്പോൾ വിൻ്റർ വണ്ടർ എന്തൊക്കെ ഉണ്ടെന്ന് ഒക്കെ നോക്കാം. ലോഡാവുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഞാനിത് നേരത്തെ ലോഗിൻ ചെയ്തതാണ്, ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇൻട്രോ ഉണ്ട്, ഇതിനകത്ത് കുറേ ചാപ്റ്റർ ഉണ്ട്. 1 2 3 4 5 ചാപ്റ്റർ ഉണ്ട് കേട്ടോ. ഇൻട്രോ ഉണ്ട്, മെയിൻ ഉണ്ട്, റിവാർഡ്സ്, ബോണസ്, ഗാലറി. ഇതൊക്കെയാണ് ഇതിൻ്റെ മീൻസ് ചാപ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, ബേസിക് റിവാർഡ്സ്, 19th 24th ക്രിസ്മസിൻ്റെ അന്ന്, ന്യൂ ഇയറിൻ്റെ അന്നൊക്കെ ഇങ്ങനത്തെ റിവാർഡ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ ചാപ്റ്ററിലോട്ട് പോകാം നമുക്ക്. ഇപ്പോൾ മെയിൻ ചാപ്റ്ററിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വിൻ്റർ വണ്ടേഴ്സിൻ്റെ ടോക്കൺ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്തൊന്ന് കുറച്ച് 2 മാച്ചൊക്കെ കളിച്ചിട്ടുണ്ട്. ഒരു സ്കിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കളക്ട് ചെയ്യണം സ്നോമാൻ. പിന്നെ നമ്മൾ 5 പ്രാവശ്യം ഇത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രീമിയം സ്നോമാൻ ലോഗോ കിട്ടും കേട്ടോ. പിന്നെ ഈ മാച്ച് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 ടോക്കൺസ് കിട്ടും ഡെയിലി. പിന്നെ നമ്മൾ റിവാർഡ് സെക്ഷനിലോട്ട് പോകാം. റിവാർഡ് സെക്ഷനിൽ ഇങ്ങനത്തെ ഓരോ സർപ്രൈസ്, പിന്നെ വീക്ക് 1 വീക്ക് 2 അതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് 15 ടൈംസ് അത് കംപ്ലീറ്റ് ചെയ്യണം. 15 ബോക്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെഗാ മൈൽ സ്റ്റോൺ അവാർഡ് കിട്ടും. 102 to 105 അത് പ്ലേയേഴ്സ്. ഐക്കോൺ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നോർമൽ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇതിനകത്തൊന്ന് 5 മില്യൺ കിട്ടും, ട്രാൻസ്ഫർ പോയിൻറ്റ്സ് അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ബോണസ് ചാപ്റ്റർ, ഇതിനകത്ത് നമുക്ക് ഒരു കോൾ പാമറിനെ കിട്ടും ഫ്രീ ആയിട്ട്. ഫ്രീ കോൾ പാമറിന് കിട്ടും. അപ്പോൾ ഞാനിത് ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്താൽ കേട്ടോ. സ്ലിപ്പറി സ്ലോപ്പ് ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്താണ്. എന്നിട്ടാണ് എനിക്ക് 100 കിട്ടി. മീൻസ് എൻ്റെ കയ്യിൽ നേരത്തെ 400 ഉണ്ടായിരുന്നു, ഞാൻ 500 ആക്കി. പിന്നെ അത് നമ്മൾ 20 ടൈംസ് ഈ മാച്ചസ് കളിക്കണം. ഒരു വട്ടം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ 20 വട്ടം കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് 105 പാമർ. മീൻസ് ഇത് റാങ്കപ്പ് പാമറാണ്. അപ്പം ബേസ് എന്ന് പറയുന്നത് 102 പാമറാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആവശ്യമില്ല, ബിക്കോസ് എൻ്റെ കയ്യിലൊരു 102 പാമർ റെഡ് റാങ്ക്ഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എന്തായാലും യൂസ് ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് എടുത്ത് വെക്കാം, ആവശ്യം വരും. നമുക്ക് മാർക്കറ്റ് പിക്കിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് സർപ്രൈസ് ബോക്സ് വരും. അപ്പോൾ എനിക്കിന്ന് കിട്ടിയ സർപ്രൈസ് ബോക്സ് ഇതായിരുന്നു കേട്ടോ. 4 ആയിരുന്നു കിട്ടിയ. എനിക്ക് 100 ജെംസ് അതിനകത്തൊന്ന് കിട്ടിയത്. പിന്നെ സർപ്രൈസ് ബോക്സ് 1ലുള്ള പ്ലെയേഴ്സ് 95 to 103. പിന്നെ ഇതിനകത്ത് കോയിന്, 3 ബേസ് പ്ലെയേഴ്സ്, 5 മാസ്ക്രാനോ, 5 മില്യൺ. ഇത് നമ്മൾ ഫുൾ ഗ്യാരൻറ്റി കേട്ടോ. ഇത് 3 കിട്ടും. അപ്പോൾ 5 ആണ് ഏറ്റവും ലക്കിയസ്റ്റ് ബോക്സിനകത്ത്. പിന്നെ ഗാലറി എന്ന് പറയുന്ന ഒരു ട്രോഫി ടൈറ്റൻ ഈവൻറ്റിൻ്റെ ബേസ് ഫോം ആണ് വരുന്നത്. മീൻസ് അതിനകത്ത് നമ്മൾ ടോക്കൺ വെച്ച് നമുക്ക് പ്ലെയേഴ്സിനെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം. അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ടീമിൽ ഇപ്പോൾ ഒരു ആവശ്യമുള്ളതെന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പറാണ്. അപ്പം ഞാൻ ഗ്രൈൻഡ് ചെയ്യാൻ പോണത് ഈ ഹോവാർഡിന് വേണ്ടിയാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്യാൻ പോണേ. ഈ ഹോവാർഡ് എന്തായാലും ഞാൻ നോക്കും. ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് എനിക്ക് ഇടയ്ക്ക് ഇതൊക്കെ മേടിക്കാം. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് നല്ല സ്റ്റാറ്റ്സാണ്. 3 വീക്ക് ഫുഡ് ആവശ്യമില്ല. പിന്നെ നല്ല
113, 112, 10, 14, 15 നല്ലൊരു കാർഡാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിനുവേണ്ടി എന്തായാലും ഗ്രൈൻഡ് ചെയ്യും. പിന്നെ അതിനകത്ത് കഫോ ഉണ്ട്, ജിനോല, ടൗറെ, നോയർ, പാമർ, റഫീന, ടൊണാലി, ഡെമിലട്ടോ, ഇങ്ങനെ കുറേ പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് ഇത് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള വെച്ച് നോക്കുവാണെങ്കിൽ 98 കാണുമായിരിക്കും. ഓക്കെ ഗൈസ്, എൻ്റെ 98 ബെർണഡാഷ്യ ഉണ്ട് 100. ഇപ്പം എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇനി കുറേ പ്ലേയേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം ചെയ്യും. അപ്പമാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ടോക്കൺസ് കിട്ടുമ്പോൾ ഒരു സുഖമാണ് ഗൈസ്. അങ്ങനെ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. പിന്നെ എൻ്റെ കയ്യിൽ 1000 യൂണിവേഴ്സൽ ടോക്കൺസ് ഉണ്ടായിരുന്നു. അത് ഞാൻ 500 ആക്കി മാറ്റിയിട്ടുണ്ട്. എൻ്റെ വിൻ്റർ ടോക്കൺസ് അങ്ങോട്ട് മാറ്റി. അങ്ങനെയാണ് എനിക്ക് 400 കിട്ടിയ കേട്ടോ. ഈ ഈവൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പിന്നെ അത് നമുക്കൊരു ഫ്രീ പാക്ക് ഉണ്ടാകും. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തായാലും വലിയ കിട്ടാൻ പോകുന്നൊന്നുമില്ല, ചെറുതായിട്ടെല്ലാം കിട്ടുമായിരിക്കും കേട്ടോ. ഇത്ര നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ കിട്ടും കേട്ടോ. ജസ്റ്റ് അത്രേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ എല്ലാ ഈവൻറ്റിലും ഇങ്ങനെ ഡെയിലി ബോണസ് വരുന്നതാണ്. നമുക്ക് റോസിസ്കി ആട്ടോ കിട്ടിയത്. അപ്പോൾ ഈ ഈവൻറ്റിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ടീമിലോട്ടൊന്ന് പോവാം. ടീമിലോട്ട് പോയിട്ട് ഇനി നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഹെർണാണ്ടസിനെ ഒന്ന് ട്രെയിൻ ചെയ്യാം കേട്ടോ. നമുക്ക് ഹെർണാണ്ടസിനെ 15 ട്രെയിൻ ചെയ്യാം. എൻ്റെ കയ്യിൽ കുറേ XP ഉണ്ട് കേട്ടോ, കുറേ പ്ലേയേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. നമ്മുടെ 500 സംതിങ് ഉണ്ട്, കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, താഴോട്ട് പോയി നമ്മൾ ഗോൾഡ് ഒന്ന് യൂസ് ചെയ്യാലോ. ഓക്കെ, നമ്മൾ 15 ലെവലാക്കിയിട്ടുണ്ട്. നമുക്ക് 15 ട്രെയിൻ ചെയ്ത് കൊടുക്കാം. ബിക്കോസ് എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ കിട്ടും. കുറേ സിൽവർ ഇങ്ങനെ കിടക്കും കേട്ടോ. ഗോൾഡും ഉണ്ട്, കുറേ ഗോൾഡ്, ആവശ്യത്തിന് ഗോൾഡും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ട്രെയിൻ ചെയ്യാം. ഇപ്പം നമുക്ക് ഹെർണാണ്ടസിന് 15 ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം എല്ലാ പ്ലെയറും 10 അല്ലെങ്കിൽ 15, 20 അങ്ങനെയൊക്കെ വേണം കേട്ടോ. മീൻസ് എൻ്റെ ഹയസ്റ്റ് ട്രെയിൻ പ്ലെയർ എന്ന് പറയുന്നത് കോമ്പനിയാണ് വിത്ത് മാക്സ് റാങ്ക്. ഇനി നമുക്ക് എല്ലാ പ്ലെയറും ഒന്ന് 10 ആക്കി എടുക്കാം. ഇപ്പോൾ അതിനകത്ത് ആവാത്തത് മക്ടോമിനെയാണ് ഇനി ആക്കാനുള്ള. മക്ടോമിനെ നമുക്ക് 10 ആക്കാം. മക്ടോമിനെ നമുക്ക് 10 ആക്കി എടുക്കാം കേട്ടോ. എല്ലാ പ്ലേയേഴ്സും 10 ലെവൽ പ്ലസ് എന്തായാലും വേണം. അതാണ് എന്നാലാണ് നമുക്കൊരു കളിക്കുമ്പോൾ ഒരു ഇത് വരുള്ളൂ. മീൻസ് എല്ലാ പ്ലെയറിലും കറക്റ്റ് ലെവലിലാണെങ്കിൽ അതൊരു സുഖം കിട്ടും. പിന്നെ ഇനി നമുക്ക് ഈ ജോർജീനിയ ട്രേഡബിൾ ആവട്ടെ ഗൈസ്. ഈ ജോർജീനിയ ട്രേഡബിളാണ്. ഞാൻ മേടിച്ച പ്ലെയറാണ്. 150 മില്യനാണ് ഞാൻ മേടിച്ചത്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ രാവിലെ നോക്കിയപ്പോൾ പിന്നെ വില കുറഞ്ഞായിരുന്നു. കേട്ടോ. അപ്പോൾ നമുക്ക് പൗലോ ഫോർത്തിനും കൂടെ ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും 10 ആയിട്ടുണ്ട്. 10+ ആണ് ഇപ്പോൾ എല്ലാവർക്കും. ഓക്കെ ഗൈസ്, ഇപ്പോൾ എല്ലാ പ്ലെയറും 10+ ലെവൽസ് ആട്ടോ. ഇതാണ് കറക്റ്റ് ഫുൾ ടീം. എല്ലാം അതേ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.